ഹലോ എവരി വൺ, വെൽക്കം ടു ഫിലിം സ്റ്റോറി. 1987 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ഇസ്രായേലി ബേസ്ഡ് ഫാൻറ്റസി മ്യൂസിക്കൽ ഫിലിമാണ് ഹൻസൽ ആൻഡ് ഗ്രേറ്റൽ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ഒരു ഗ്രാമത്തിൽ ഒരു ദരിദ്രനായ മരം വെട്ടുകാരനും അയാളുടെ ഭാര്യയും അവരുടെ കുട്ടികളായ ഹൻസലും ഗ്രേറ്റലും താമസിച്ചിരുന്നു. മരങ്ങൾ വെട്ടി പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം മരം വെട്ടുകാരൻ ഹൻസലിനെയും ഗ്രേറ്റലിനെയും കൂട്ടി പട്ടണത്തിലേക്ക് മരങ്ങൾ വിൽക്കാൻ പോകുമ്പോൾ അയാളുടെ ഭാര്യ ഇന്നെങ്കിലും ബേക്കറിക്കാരൻ്റെ കയ്യിൽ നിന്ന് പൈസ മുഴുവൻ വാങ്ങണം, അല്ലെങ്കിൽ എന്നത്തെയും പോലെ നമ്മൾ ഇന്നും പട്ടിണിയാവുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ അവർ കളിയും തമാശയും ഒക്കെ പറഞ്ഞ് പട്ടണത്തിലെത്തുവാണ്. അങ്ങനെ ആദ്യം അവർ ഒരു ഇരുമ്പ് പണിക്കാരനാണ് വിറക് വിൽക്കുന്നത്. ഇരുമ്പ് പണിക്കാരൻ ഹൻസലിന് ഒരു ഗിഫ്റ്റ് എന്ന പോലെ തീയുണ്ടാക്കാൻ പറ്റുന്ന 2 കല്ല് കൊടുക്കുകയാണ്. പിന്നീട് അവർ ബേക്കറി കടയിലേക്കാണ് പോയത്. ബേക്കറി കടയിലെ ബിസ്ക്കറ്റും കേക്കും മറ്റു മധുര പലഹാരങ്ങളൊക്കെ കണ്ട് ഹൻസലിനും ഗ്രേറ്റലിനും കൊതി തോന്നുന്നുണ്ടെങ്കിലും അവരുടെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് അവർ മിണ്ടാതെ ഒരിടത്തിരിക്കുകയാണ്. ബേക്കറിക്കാരനാണെങ്കിൽ വിറക് വിറ്റതിന് വളരെ തുച്ഛമായ പൈസയാണ് മരം വെട്ടുകാരന് നൽകുന്നത്. മരം വെട്ടുകാരൻ ഇതേപ്പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ അതൊരു നിസ്സാര മട്ടിലെടുത്തുകൊണ്ട് ഗ്രേറ്റലിന് പഴയ കുക്കീസിൻ്റെ ബാക്കി വന്ന കുക്കി ക്രംസ് കൊടുക്കുകയാണ്. ഇങ്ങനെ മരം വെട്ടുകാരൻ തിരികെ പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഹൻസലും ഗ്രേറ്റലും അവിടെ ഒരു ജൂഡി ഷോ കാണുകയാണ്. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ കളിച്ച് അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വീട്ടിലാണെങ്കിൽ അവരുടെ അമ്മ ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ രാത്രി അവർ ഒരു കിഴങ്ങ് വെച്ചുണ്ടാക്കിയ സൂപ്പ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൻസൽ ഇത് സൂപ്പല്ല, വേസ്റ്റ് വെള്ളം പോലെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവരുടെ അമ്മയ്ക്ക് വിഷമാവുകയാണ്. ഹൻസലും ഗ്രേറ്റലും ഉറങ്ങാൻ പോയ ശേഷം അവരുടെ അമ്മ മരം വെട്ടുകാരനോട് ബേക്കറിക്കാരൻ്റെ കയ്യിൽ നിന്ന് മാർക്ക് കിട്ടേണ്ട ന്യായമായ പൈസ വാങ്ങാത്തതിൽ ദേഷ്യപ്പെടുമ്പോൾ നാളെ എന്തായാലും ബേക്കറിക്കാരിൽ നിന്ന് പൈസ വാങ്ങുമെന്ന് മരം വെട്ടുകാരൻ ഉറപ്പ് പറയുകയാണ്. പിറ്റേന്ന് മരം വെട്ടുകാരൻ പോയ ശേഷം അവരുടെ ഒരു അയൽവാസി അവർക്ക് അയാൾ വീട്ടിലുണ്ടാക്കിയ ചീസും മുട്ടയും ഒക്കെ കൊടുക്കുകയാണ്. നോർത്ത് വുഡ്സ് കാട്ടിൽ വെച്ച് വീണ്ടും ഒരു കുട്ടി കൂടി കാണാതായ കാര്യവും പറയുന്നുണ്ട്. അയാൾ പോയ ശേഷം അവർ ആ ചീസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അവരുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. സന്തോഷം കൊണ്ട് അവർ ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കുകയാണ്. കഴുതയ്ക്ക് വെള്ളം കൊടുക്കണമെന്ന് ഹൻസലിനോട് പറഞ്ഞ് അവർ ഒരു ബെറീസ് പറിക്കാൻ വേണ്ടി പോവുകയാണ്. ഹൻസൽ കഴുതയ്ക്ക് വെള്ളം കൊടുത്ത് അതിൻ്റെ കൂടിൻ്റെ വാതിലടക്കാൻ മറന്നു പോവാണ്. കഴുതയാണെങ്കിൽ കൂടിന് പുറത്ത് കടക്കുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ ഹൻസലും ഗ്രേറ്റലും ജൂഡി ഷോക്ക് കളിച്ച പാട്ടും ഡാൻസൊക്കെ കളിക്കുവാണ്. ഈ സമയം കഴുത വീടിനകത്ത് കയറി അവരുടെ അമ്മ ഉണ്ടാക്കിയ കസ്റ്റാർഡ് കഴിക്കുവാണ്. കഴുത ചീസ് കഴിക്കാൻ വേണ്ടി അതിൻ്റെ കുടം താഴെയിട്ട് പൊട്ടിക്കുവാണ്. ഇത് കണ്ട് ഹൻസലും ഗ്രേറ്റലും ആകെ വിഷമിക്കുകയാണ്. ഈ സമയം അവരുടെ അമ്മ ഇത് കണ്ടുവരുവാണ്. ദേഷ്യവും നിരാശയും കൊണ്ട് കഴുതയെ തള്ളി പുറത്താക്കുകയാണ്. എന്നിട്ട് ഹൻസലിനോടും ഗ്രേറ്റലിനോടും ഇന്നിനി നമുക്ക് കഴിക്കാൻ ഒന്നുമില്ല, അതുകൊണ്ട് ഈ കുട്ട നിറയെ ബെറീസുമായി ഇനി വീട്ടിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അവർ ആ കുട്ടയും എടുത്ത് അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ അവർ സാധാരണ ബെറീസ് എടുക്കാറുള്ള സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ബെറീസ് ഇല്ലാത്തത് കൊണ്ട് അവർ നോർത്ത് വുഡ്സ് കാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ അങ്ങോട്ട് പോയാൽ വഴിതെറ്റുമെന്ന് അവരുടെ അച്ഛൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവർ ഗ്രേറ്റലിന് ബേക്കറിക്കാരൻ കൊടുത്ത കുക്കി ക്രംസ് പോകുന്ന വഴിയിൽ അടയാളമാക്കുവാണ്. അങ്ങനെ അവർ കുറേ ബെറീസ് പറിച്ച് കുട്ടയിലാക്കുകയും കുറേ കഴിക്കുകയും പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് കളിച്ച് തിരിച്ച് കുക്കി ക്രംസ് നോക്കി തിരിച്ചു പോവാണ്. പക്ഷെ കുറച്ചെത്തിയപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കുക്കി ക്രംസ് കാണുന്നുണ്ടായിരുന്നില്ല. കിളികൾ അതൊക്കെ തിന്നിരുന്നു. അങ്ങനെ തിരികെ പോകാൻ വഴിയറിയാതെ അവർ ആ കാട്ടിൽ പെട്ടുപോവാണ്. ഇതേ സമയം അവരുടെ അച്ഛൻ പട്ടണത്തിലെ ബേക്കറി കടക്കാരിൽ നിന്ന് തനിക്ക് കിട്ടേണ്ട പണം വാങ്ങി അതുകൊണ്ട് തേനും നെയ്യും മറ്റു ഭക്ഷണ സാധനങ്ങളും വാങ്ങി സന്തോഷത്തോടെ ഭാര്യയെ അതൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. മരം വെട്ടുകാരൻ ഹൻസലിനെയും ഗ്രേറ്റലിനെയും അന്വേഷിക്കുമ്പോൾ അയാളുടെ ഭാര്യ ഉണ്ടായ കാര്യം പറയാണ്. ദേഷ്യം കാരണം അവരോട് ബെറീസ് കൊണ്ടുവരാൻ താൻ പറഞ്ഞു എന്ന് അയാളുടെ ഭാര്യ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഈ സമയമാവുമ്പോഴേക്കും വരേണ്ടതാണല്ലോ, ഇനി അവർ ബെറീസ് കിട്ടാത്തത് കൊണ്ട് നോർത്ത് വുഡ്സ് കാട്ടിലേക്ക് പോയിട്ടുണ്ടാവുമോ എന്ന് മരം വെട്ടുകാരൻ പറയുമ്പോഴാണ് അയാളുടെ ഭാര്യ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. താൻ എന്ത് പണിയാ കാണിച്ചതെന്ന് പറഞ്ഞ് സ്വയം പഴിച്ചുകൊണ്ട് അവർ കുട്ടികളെ അന്വേഷിച്ച് പോവാണ്. അവർ കുറേ അന്വേഷിച്ച് രാത്രി ആയെങ്കിലും അവരെ കണ്ടെത്താനായില്ല. ഈ കാട്ടിൽ ഒരു മന്ത്രവാദിനി ഉണ്ടെന്ന് താൻ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഹൻസലിൻ്റെ അമ്മ ഒരുപാട് വിഷമിക്കുകയാണ്.
അപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി മരം വെട്ടുകാരൻ അതൊക്കെ അന്ധവിശ്വാസമാണ്, ഇപ്പോൾ നമുക്ക് അവർ സുരക്ഷിതരായിരിക്കാൻ പ്രാർത്ഥിക്കാം, ഇപ്പോൾ വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞ് അവരെ കൂട്ടി പോവാണ്. ഈ സമയം ഹൻസലും ഗ്രേറ്റലും കാട്ടിലൊരിടത്ത് അന്നവർ പട്ടണത്തിൽ പോയപ്പോൾ ഇരുമ്പ് പണിക്കാരൻ കൊടുത്ത കല്ല് വെച്ച് കരിയിൽ കൂട്ടി കത്തിക്കാണ്. കാട്ടിലെ ശബ്ദങ്ങളൊക്കെ കേട്ട് പേടിച്ച് അവരങ്ങനെ ഉറങ്ങിപ്പോവാണ്. പിറ്റേന്ന് രാവിലെ വീണ്ടും അവർ വീട്ടിലേക്കുള്ള വഴി നോക്കി നടക്കുകയാണ്. വീട്ടിലാണെങ്കിൽ അവരുടെ അച്ഛൻ അവരെ കണ്ടെത്താൻ വേണ്ടി നോർത്ത് വുഡ്സ് കാട്ടിലേക്ക് പോവാണ്. ഹൻസലും ഗ്രേറ്റലും കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വീട് കാണുകയാണ്. വെറും വീടല്ല, ബ്രെഡും കേക്കും മിഠായിയും ഒക്കെ വെച്ചുണ്ടാക്കിയ ഒരു വീട്. അവർ ആ വീടുമേലുള്ള ക്യാൻഡിയും മറ്റുമൊക്കെ കഴിച്ചു നോക്കുകയാണ്. പെട്ടെന്ന് വീടിന്റെ ജനൽ തുറന്നൊരു മുത്തശ്ശി വരുവാണ്. നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടാവുമല്ലേ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാമെന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അവരെ വീടിനകത്തേക്ക് കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അവർ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത സ്വാദിഷ്ടമായ കസ്റ്റാർഡും കേക്കും പലതരം ഫ്രൂട്ട്സും ക്യാൻഡീസും ഒക്കെ കണ്ട് ഹൻസലും ഗ്രേറ്റലും വളരെ സന്തോഷത്തോടെ കൊതിയോടെ അതൊക്കെ കഴിക്കുകയാണ്. അവരുടെ അച്ഛനാണെങ്കിൽ അവരെ തിരഞ്ഞ് നോർത്ത് വുഡ്സ് കാട്ടിലൂടെ നടക്കുകയാണ്. രാത്രിയായി. ആ മുത്തശ്ശി ഹൻസലിനും ഗ്രേറ്റലിനും കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ലെൻസ് വെച്ച് നോക്കിയാണ് അവർ കഥ പറഞ്ഞു കൊടുക്കുന്നത്. കഥ പറയൽ കഴിഞ്ഞ് കിടക്കാൻ നേരം ഗ്രേറ്റൽ ലെൻസ് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഐ ഗ്ലാസ് ആണ്, ഇത് വെച്ചാണ് തനിക്ക് സാധനങ്ങൾ ശരിക്ക് കാണാൻ സാധിക്കുന്നത്. വയസ്സാവുമ്പോൾ എല്ലാവരും ഇങ്ങനെയാവും, പക്ഷേ തൻ്റെ മൂക്ക് അങ്ങനല്ല, എനിക്ക് നല്ല സെൻസ് ഓഫ് സ്മെല്ലുണ്ടെന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞ് അവിടുന്ന് പോവാണ്. അങ്ങനെ രാത്രി ഹൻസലും ഗ്രേറ്റലും ഉറങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ട് ഗ്രേറ്റൽ എണീക്കുകയാണ്. എന്നിട്ട് ഹൻസലിനെ വിളിച്ചെങ്കിലും അവൻ നല്ല ഉറക്കമായിരുന്നു. ഗ്രേറ്റൽ ഒറ്റയ്ക്ക് മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോവാണ്. കോണിപ്പടികളിറങ്ങി താഴേക്ക് പോയി ഒരു മുറിയുടെ വാതിൽ തുറന്ന് കണ്ട കാഴ്ച അവളെ ഞെട്ടിക്കുകയാണ്. ആ മുത്തശ്ശി ഒരു മന്ത്രവാദിനിയാണെന്ന കാര്യം അവൾ മനസ്സിലാക്കുകയാണ്. ഗ്രേറ്റൽ അവിടെ ഉണ്ടെന്ന കാര്യം അവളുടെ സ്മെല്ല് വെച്ച് മന്ത്രവാദിനി മനസ്സിലാക്കുകയാണ്. ഗ്രേറ്റൽ ആണെങ്കിൽ പേടിച്ച് അവളുടെ മുറിയിൽ പോയി വാതിലടച്ച് ഹൻസലിനെ വിളിച്ച് കാര്യം പറയാണ്. അപ്പോഴേക്കും മന്ത്രവാദിനി മുറിയിലേക്ക് വന്ന് ഒരു മന്ത്രം പറഞ്ഞ് ഹൻസലിനെ ഒരു കയറുകൊണ്ട് കെട്ടുവാണ്. എന്നിട്ട് ഹൻസൽ തൻ്റെ ഇരയും ഗ്രേറ്റൽ തൻ്റെ അടിമയും എന്ന് പറഞ്ഞ് അവളുടെ നേരെ നോക്കി മന്ത്രവാടി ഉപയോഗിച്ച് മന്ത്രം ചൊല്ലുമ്പോൾ അവൾ ഹൻസലിനെ മന്ത്രവാദിനിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. പിറ്റേന്ന് രാവിലെ മന്ത്രവാദിനി ഹൻസലിനെ ഒരു കൂട്ടിലിട്ട് അവന് കഴിക്കാൻ ഭക്ഷണം വാരിക്കോരി കൊടുക്കുകയാണ്. അവരുടെ അച്ഛനാണെങ്കിൽ അവർ പോയ വഴിയിലൂടെയാണ് ഇപ്പോൾ അവരെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അയാൾക്ക് അവരുടെ ഒരു ഡ്രസ്സിൻ്റെ പീസ് കിട്ടുകയാണ്. സമയം ഗ്രേറ്റൽ ആ മന്ത്രവാദിനി പറഞ്ഞ പ്രകാരം ആ വീട്ടിലെ പണികളൊക്കെ ചെയ്യാണ്. ഗ്രേറ്റൽ വീടിന് വെളിയുള്ള കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജിഞ്ചർ ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ പ്രതിമകൾ അവളെ തലതിരിച്ച് നോക്കുകയാണ്. ഹൻസലിനെ കൊണ്ട് കഴിപ്പിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കലായിരുന്നു അവളുടെ ജോലി. മന്ത്രവാദിനി ഇടയ്ക്ക് ഹൻസലിന്റെ കൈ പിടിച്ച് അവൻ തടിച്ചോ ഇല്ലയോ എന്ന് ലെൻസ് വെച്ച് നോക്കുകയാണ്. അവൻ നന്നായി തടിക്കാൻ വേണ്ടിയാണ് മന്ത്രവാദിനി അവന് ഭക്ഷണം ഇങ്ങനെ കൊടുക്കുന്നത്. എന്നിട്ട് മന്ത്രവാദിനി അവന് ഭക്ഷണം കൊടുക്കുമ്പോൾ അവൻ കഴിക്കില്ല എന്ന് പറയുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഗ്രേറ്റലിന് നേരെ കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തുവാണ്. അപ്പോൾ അവൻ പേടിച്ച് അതൊക്കെ കഴിക്കുവാണ്. അങ്ങനെ അന്നും രാത്രിയാവുകയാണ്. മന്ത്രവാദിനി ഇരുന്നുറങ്ങുന്ന സമയത്ത് ഹൻസൽ ഗ്രേറ്റലിനോട് മന്ത്രവാദിനിയുടെ ലെൻസ് എടുക്കാൻ പറയാണ്. അവൾ പതിയെ അതെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മന്ത്രവാദിനി എണീക്കാണ്. അങ്ങനെ അവരുടെ ശ്രമം പരാജയപ്പെടുകയാണ്. പിറ്റേന്ന് രാവിലെ ഗ്രേറ്റൽ നട്ട്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മന്ത്രവാദിനി ഒരു ഹാമർ എടുത്ത് നട്ട്സ് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഈ സമയം ഹൻസൽ ഗ്രേറ്റലിന് ലെൻസ് പൊട്ടിക്കാൻ സിഗ്നൽ കൊടുക്കുകയാണ്. ഗ്രേറ്റൽ ലെൻസ് മന്ത്രവാദിനി ഹാമർ കൊണ്ടടിക്കുന്ന സ്ഥലത്തേക്ക് വെക്കുകയാണ്. ലെൻസ് ഇല്ലാതെ ശരിക്കും കണ്ണ് കാണാത്തത് കൊണ്ട് മന്ത്രവാദിനി ആ ലെൻസ് പൊട്ടിക്കുകയാണ്. ഹൻസലും ഗ്രേറ്റലും അവരുടെ ശ്രമം വിജയിച്ചതിൽ സന്തോഷിക്കുകയാണ്. പിന്നീട് മന്ത്രവാദിനി ഹൻസൽ തടിച്ചോ എന്ന് നോക്കാൻ വേണ്ടി അവൻ്റെ വിരൽ നീട്ടാൻ പറയുമ്പോൾ അവനൊരു എല്ലിൻ കഷ്ണമാണ് നീട്ടുന്നത്. നീ ദിവസം കൂടുന്തോറും മെലിയുവാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഹൻസലിനെയും ഗ്രേറ്റലിനെയും ഒരുമിച്ച് ഭക്ഷണമാക്കാൻ തീരുമാനിക്കുവാണ്. ജിഞ്ചർ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി മാവ് പാകമായോ എന്നറിയാൻ വേണ്ടി ഒരു താറാവിനെ പിടിച്ച് കയറിൽ തൂക്കി ആദ്യം മാവിൽ മുക്കി പിന്നീട് അടുപ്പിലേക്ക് വെക്കുവാണ്. എന്നിട്ട് ജിഞ്ചർ ബ്രെഡ് താറാവിനെ ഡെക്കറേറ്റ് ചെയ്യുവാണ്. മാവ് പാകമായെന്ന് മനസ്സിലാക്കിയ മന്ത്രവാദിനി ആദ്യം ഹൻസലിനെ ജിഞ്ചർ ബ്രെഡ് ആക്കാൻ തീരുമാനിക്കുകയാണ്. മന്ത്രവാദിനിയുടെ മാന്ത്രിക വടിയുടെ ശക്തി കൊണ്ട് ഗ്രേറ്റൽ അവർ പറയുന്നതെല്ലാം ചെയ്യുവാണ്. മന്ത്രവാദിനി ഹൻസലിനെ കയറിൽ കെട്ടുന്ന തക്കത്തിന് ഗ്രേറ്റൽ ആ മന്ത്രവടി എടുത്ത് ഹൻസൽ നിൽക്കുന്നിടത്ത് മന്ത്രവാദിനിയും മന്ത്രവാദിനിയുള്ളിടത്ത് ഹൻസലും വരട്ടെ എന്ന് പറയാണ്. അങ്ങനെ സംഭവിക്കുകയാണ്. അവർ രണ്ടുപേരും കൂടി മന്ത്രവാദിനിയെ മാവിൽ മുക്കി അടുപ്പിലേക്ക് ഇറക്കുവാണ്. എന്നിട്ട് ജിഞ്ചർ ബ്രെഡ് താറാവിനെയും എടുത്ത് അവിടെ നിന്ന് പുറത്ത് കടക്കുവാണ്.
മന്ത്രവാദിനിയുടെ വീട് നശിക്കാണ്. അതിലുള്ളതെല്ലാം നശിക്കാണ്. ജിഞ്ചർ ബ്രെഡ് പ്രതിമകൾ കുട്ടികളായി മാറുകയാണ്. ഹൻസിന്റെ കയ്യിലെ താറാവ് പഴയ പോലെ ആവുകയാണ്. എല്ലാവർക്കും സന്തോഷാവാണ്. അവർ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അച്ഛനെ കാണുകയാണ്. അച്ഛനോടുണ്ടായ കാര്യങ്ങളെല്ലാം പറയാണ്. പെട്ടെന്ന് ഗ്രേറ്റലിന്റെ കയ്യിലെ മാന്ത്രിക വടി സ്വർണ്ണ നാണയങ്ങളായി മാറുകയാണ്. അവർക്ക് കൂടുതൽ സന്തോഷാവാണ്. അങ്ങനെ അവർ അവരുടെ അമ്മയെ കാണുകയാണ്. അമ്മക്കും ഒരുപാട് സന്തോഷാവുകയാണ്. അങ്ങനെ അവർ എല്ലാവരും കൂടി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.